കുരിശുകൾ നീക്കം ചെയ്ത് യേശുവിന് പകരം കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ചിത്രങ്ങൾ സ്ഥാപിക്കാനുള്ള ഉത്തരവുമായി ചൈനീസ് സർക്കാർ. കൊറോണ മഹാമാരിയുടെ ഇടയിൽ ക്രൈസ്തവർക്കെതിരെയുള്ള പീഡനങ്ങൾ നടത്തി ചൈനീസ് സർക്കാർ. ക്രൈസ്തവ ദേവാലയങ്ങളിലെ കുരിശുകൾ നീക്കം ചെയ്യാനും തുടർന്ന് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ചിത്രം വയ്ക്കണമെന്ന ഉത്തരവുമായി ചൈനയിലെ ക്രൈസ്തവർക്കെതിരെ ചൈനീസ് സർക്കാർ നടത്തുന്ന ഏറ്റവും ഒടുവിലെ മതപീഡനമായി പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. അൻഹുയി, ജിയാങ്സു, ഹെബെയി എന്നീ പ്രവിശ്യയിലെ ദേവാലയങ്ങൾക്കാണ് സർക്കാരിന്റെ പുതിയ ഉത്തരവ് ലഭിച്ചിരിക്കുന്നത്. ഷാങ്സിയിലെ ദേവാലയങ്ങളോട് കുരിശടക്കമുള്ള വിശ്വാസ പ്രതീകങ്ങൾ മാറ്റി പകരം കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനാണ് ഉത്തരവിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ അവോഡിയയിലെയും ഇൻചാങ്ങിലെയും ദേവാലയങ്ങളിലേക്ക് 100-ലധികം സർക്കാർ ഉദ്യോഗസ്ഥർ ഇരച്ചു കയറിയതായുള്ള വിവരം പുറത്തുവന്നതിന് പിന്നാലെയാണ് പുതിയ ഉത്തരവും പുറത്തുവന്നിരിക്കുന്നത്. ക്രെയിനുമായി എത്തിയ സർക്കാർ അധികാരികൾ തങ്ങളുടെ ദേവാലയത്തിന്റെ പൂട്ട് തകർത്താണ് അകത്തു പ്രവേശിച്ച് ദേവാലയ വസ്തുക്കൾ നശിപ്പിച്ചതെന്ന് വെനസ്വേലയിലെ ക്രൈസ്തവർ പറയുന്നു. കൊറോണയെ തുടർന്ന് അടഞ്ഞുകിടന്ന ദേവാലയങ്ങൾ വീണ്ടും തുറന്ന സാഹചര്യത്തിൽ കടുത്ത പീഡനമാണ് ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ക്രൈസ്തവ സമൂഹത്തിനും മതനേതാക്കൾക്കുമെതിരെ നടത്തുന്നതെന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് നിരവധി ക്രൈസ്തവർ രംഗത്തു വന്നെങ്കിലും അവർക്കെതിരെ നടപടിയെടുക്കുകയാണ് ഉണ്ടായത്. 2030 ലോകത്തെ ഏറ്റവും വലിയ ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമായി ചൈന മാറുമെന്നാണ് പഠനം. ഈ ഭീതിയാകാം ഭരണകൂടം മതപീഡനം ശക്തമാക്കുന്നതിന് പിന്നിലെ കാരണമായി നിരീക്ഷിക്കുന്നത്.